കുറേ കൂടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് LP UP ലെവലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് 1970-ലാണ് യുറീക്ക ആരംഭിക്കുന്നത്. യുറീക്ക കഥയുടെ രൂപത്തിൽ, കുട്ടികൾക്കാവുമ്പോൾ ശൈലി വ്യത്യാസമായിരിക്കണോ, ലളിതമായി ശാസ്ത്രം പറയുന്ന തരത്തിലൊരു മാസിക കൂടെ ആവശ്യമാണ് എന്നുള്ള തരത്തിലാണ് അത് തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് പരിശുദ്ധ വിജയകരമായിട്ട് നടപ്പാക്കി വരുന്ന ഒരു പരിപാടിയാണ് ലൂക്ക എന്ന് പറയുന്ന നമ്മുടെ ഓൺലൈൻ മാസിക. അത് നല്ല പ്രചാരത്തിലെത്തിയിട്ടുണ്ട്. പതുക്കെ നമ്മുടെ എല്ലാ മാസികകളും ഓൺലൈനിലേക്ക് കൊണ്ടുപോകണം. പരിമിതമായ ലിമിറ്റഡ് കോപ്പി പ്രിൻറ്റിങ്ങിൻ്റെ കൂടെ ഓൺലൈനിലേക്ക് കൊണ്ടുവരണം. കാലോചിതമായ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം എന്ന് ആഗ്രഹമുണ്ട്. അന്ന് പരിഷത്ത് സംഘടിപ്പിക്കാതിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി ഗ്രാമശാസ്ത്ര ജാഥകൾ എന്നായിരുന്നു. നടന്നുകൊണ്ട് നടത്തുന്ന ജാഥകൾ. 2 ജില്ലകൾ ചേർത്ത് കാൽനടയായിട്ട് 10-15 ദിവസം പരിഷത്ത് പ്രവർത്തകർ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു അധികാരം ജനങ്ങൾക്ക്. ഏറ്റവും ആദ്യം ആരംഭിച്ചത് ശാസ്ത്രഗതിയാണ്. പരിഷത്ത് ആരംഭിച്ച് അധികം താമസിയാതെ തന്നെ മലയാളത്തിൽ ശാസ്ത്രം എഴുതുന്നവരുടെ ഒരു സംഘടന നിലയ്ക്കല്ലേ തുടങ്ങുന്നത്. അതുകൊണ്ട് ശാസ്ത്രലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാനും ഒക്കെ ഒരു മാസിക ഉണ്ടാവണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1966-ലാണ് ശാസ്ത്രഗതി ആദ്യമായിട്ട്. അത് ത്രൈമാസികയായിരുന്നു ആദ്യം. പരിഷത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു മാസിക. അന്ന് മലയാളത്തിൽ ശാസ്ത്രം എഴുതാൻ താല്പര്യമുള്ള ആളുകൾ സാമാന്യം ഗൗരവമായി ശാസ്ത്രം എഴുതുന്ന ഒരു മാസിക. പതുക്കെ ഇതിൻ്റെ വായനക്കാർ കൂടി, പരിഷത്ത് വലുതായി. അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രവർത്തനം, അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പല തരത്തിലുള്ള ആളുകൾ സംഘത്തിലേക്ക് വന്നു തുടങ്ങി. കുട്ടികൾ, പ്രത്യേകിച്ചും ഹൈസ്കൂൾ കുട്ടികളൊക്കെ വന്നു തുടങ്ങി. എന്തുകൊണ്ട് ആ നിലവാരത്തിലുള്ള ആളുകൾക്ക് കൂടിയിട്ട് ശാസ്ത്ര മാസിക ഒരെണ്ണായിക്കൂടാ. അങ്ങനെ 1969 ശാസ്ത്ര കേരളം ആരംഭിക്കുന്നു. അത് മുഖ്യമായിട്ടും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും അവർക്ക് തുല്യമായ ശാസ്ത്ര വിവരങ്ങളുള്ള സാധാരണക്കാർക്കും വേണ്ടിയിട്ടാണ് ശാസ്ത്ര കേരളം ആരംഭിക്കുന്നത്. അന്ന് സ്കൂളുകളായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ശാസ്ത്ര കേരളത്തിന്. ശാസ്ത്ര കേരളം സയൻസ് ക്ലബ്ബുകൾ രൂപീകരിക്കുക, ശാസ്ത്ര കേരളം ക്വിസ് സംഘടിപ്പിക്കുക, അങ്ങനെ പല. PT ഭാസ്കർ പണിക്കരായിരുന്നു എൻ്റെ ഒന്നാമത്തെ എഡിറ്ററായത്. അപ്പോൾ സ്കൂളുകളിൽ സയൻസ് ക്ലബ്ബുകൾ ഉണ്ടാക്കൽ, അതേപോലെ സയൻസ് ക്വിസുകൾ നടത്തുക. ഒരു ശാസ്ത്ര കേരളം ട്രോഫിയൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്വിസിൽ ജയിക്കുന്നവർക്ക്. അപ്പോൾ സ്കൂളുകളുമായിട്ടും അധ്യാപകരായിട്ടും ബന്ധമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശാസ്ത്ര കേരളം പറഞ്ഞത്. പിന്നീട് പതുക്കെ അതിൻ്റെ പ്രചാരം വർദ്ധിച്ചു. ശാസ്ത്ര കേരളം ചെറിയ സൈസായിരുന്നു, ഇപ്പോൾ വലിയ സൈസായി. ഇപ്പോൾ എന്താ പറയുക, ഇടക്കാലത്ത് അധ്യാപകർക്ക് കൂടുതൽ ഫോക്കസ് നൽകിക്കൊണ്ടൊരു പ്രവർത്തനം നടത്താൻ നോക്കി. ഇപ്പോഴും ഹൈസ്കൂൾ തലത്തിലുള്ള അധ്യാപകരെയും കുട്ടികളെയും ഉദ്ദേശിച്ചുള്ള ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അപ്പോൾ അതും കൂടി ഉണ്ടല്ലോ, ആ തലത്തിലാണ് ശാസ്ത്ര കേരളം പ്രവർത്തിക്കുന്നത്. കുറേ കൂടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, LP UP ലെവലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് 1970-ലാണ് യുറീക്ക ആരംഭിക്കുന്നത്. യുറീക്ക കഥയുടെ രൂപത്തിൽ, കുട്ടികൾക്കാവുമ്പോൾ ശൈലി വ്യത്യാസമായിരിക്കണോ, ലളിതമായി ശാസ്ത്രം പറയുന്ന തരത്തിലൊരു മാസിക കൂടെ ആവശ്യമാണ് എന്നുള്ള തരത്തിലാണ് അത് തുടങ്ങിയത്. അത് 70 മുതൽ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ 3 മാസികകളാണ് പരിഷത്തിന് ഇപ്പോൾ ഉള്ളത്. 3 ഇപ്പോൾ മാസികകളാണ്. TR ശങ്കുണ്ണി എന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ടായിരുന്നു, വെറ്റിനറി സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. കേശവൻ വെള്ളിക്കുളങ്ങര, CG ശാന്തകുമാർ, ഇവരൊക്കെ കൂടിയാണ് ഒരു സംഘമാണ് യുറീക്കയുടെ പ്രവർത്തനം. തൃശ്ശൂർ കേന്ദ്രമാക്കിയാണ് യുറീക്ക പ്രവർത്തനം ആരംഭിച്ചത്. ശാസ്ത്ര കേരളം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു. ശാസ്ത്ര കേരളത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ PT ഭാസ്കർ പണിക്കർ തന്നെയാണ്. R ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞൊരു പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹം കൃഷി വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം, കൊച്ചുനാരായണൻ എന്ന് പറയുന്നൊരു പ്രവർത്തകരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ശാസ്ത്ര കേരളമായിട്ടന്ന് MM ബാവ, അങ്ങനെ കുറേ ആൾക്കാർ ശാസ്ത്ര കേരളമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ തിരുവനന്തപുരമായിരുന്നു ശാസ്ത്ര കേരളത്തിൻ്റെ അന്നത്തെ കേന്ദ്രം. ഇപ്പോൾ കോഴിക്കോട് നിന്നാണ് ശാസ്ത്രഗതി ആരംഭിക്കുന്നത്. ശാസ്ത്ര കേരളം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു, തൃശ്ശൂർ കേന്ദ്രമാക്കി യുറീക്ക ആരംഭിച്ചു. ഇപ്പം 3 മാസികകൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം ഉണ്ടായത്, ഇതിനിടയ്ക്ക് പല പരീക്ഷണങ്ങളും നമ്മൾ നടത്തി.
ബാലശാസ്ത്രം എന്ന പേരിൽ ഒരു വാൾ മാഗസിൻ ആരംഭിച്ചു. അത് വളരെ കാലം തുടരാൻ പറ്റില്ല, 4-5 ലക്കങ്ങളെ ഇറക്കിയുള്ളൂ. അത് വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ചുമരിൽ പതിപ്പിക്കാവുന്ന ഒരു മാസിക, ധാരാളം ചിത്രങ്ങളൊക്കെ ആയിട്ട് കളർ. അത് കുറച്ച് ലക്കങ്ങളെ ഇറക്കാൻ പറ്റുള്ളൂ, പിന്നീട് വലിയ തോതിൽ അത് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊന്ന്, ഈ ഗ്രാമശാസ്ത്ര സമിതികൾ ഉണ്ടായിരുന്ന കാലത്ത് അത് പിന്നീട് യൂണിറ്റുകളായിട്ട് ലയിപ്പിച്ചു. ഗ്രാമശാസ്ത്രത്തിൻ്റെ ആ ഗ്രാമശാസ്ത്ര സമിതികളുടെ ഒരു മുഖപത്രം എന്നുള്ള മട്ടിൽ ഗ്രാമശാസ്ത്രം എന്നൊരു മാസിക തുടങ്ങിയിരുന്നു. ഗ്രാമീണ മേഖലയിലെ ശാസ്ത്രത്തിൻ്റെ സാധ്യതകൾ, പരിമിതികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രാമശാസ്ത്ര സമിതികളുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ അതൊക്കെയാണ് വന്നിരുന്നത്. അതും കുറച്ചു കാലത്തിന് ശേഷം പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ അടുത്ത കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് പരിശുദ്ധ വിജയകരമായിട്ട് നടപ്പാക്കി വരുന്ന ഒരു പരിപാടിയാണ് ലൂക്ക എന്ന് പറയുന്ന നമ്മുടെ ഓൺലൈൻ മാസിക. അത് നല്ല പ്രചാരത്തിലെത്തിയിട്ടുണ്ട്. പതുക്കെ നമ്മുടെ എല്ലാ മാസികകളും ഓൺലൈനിലേക്ക് കൊണ്ടുപോകണം. പരിമിതമായ ലിമിറ്റഡ് കോപ്പി പ്രിൻറ്റിങ്ങിൻ്റെ കൂടെ ഓൺലൈനിലേക്ക് കൊണ്ടുവരണം. കാലോചിതമായ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം എന്ന് ആഗ്രഹമുണ്ട്. സാക്ഷരതയുടെ ഒരു തുടർച്ചയായിട്ടാണ് ജനകീയാസൂത്രണത്തിലുള്ള താല്പര്യം വരുന്നത്. അപ്പോൾ അന്ന് പഞ്ചായത്ത് തലത്തിലേക്ക് വികേന്ദ്രീകരണം നടപ്പാക്കണം എന്നത് പരിഷത്ത് പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ്. ജനകീയാസൂത്രണത്തിനൊക്കെ മുമ്പ് തന്നെ. ജനകീയാസൂത്രണം വരുന്നതിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് വളരെ കാലത്തിന് ശേഷം കേരളത്തിലൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു, ഒത്തിരി വലിയ ഗ്യാപ്പിന് ശേഷം. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിഷത്ത് 2-3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിലൊരു പുസ്തകത്തിൻ്റെ പേര് അധികാരം ജനങ്ങൾക്കെന്നാണ്. അന്ന് അതിൽ വാദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും അധികാരം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിന് പകരം വലിയ തോതിൽ അധികാരം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം, പഞ്ചായത്തുകളെ ശക്തമാക്കണം. ഇത് പരിഷത്ത് പല സോഴ്സുകളിൽ നിന്ന് നടത്തിയ പഠനങ്ങളുടെ ഫലമായിട്ട് രൂപീകരിച്ച അഭിപ്രായമാണ്. ഇത് ഇപ്പോൾ മാത്രമല്ല, നേരത്തെ തന്നെ കേന്ദ്ര തലത്തിലൊക്കെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകളുണ്ട്. അശോക് മേത്ത കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ഒരു ഡിസെൻഡിങ് നോട്ട് EMS ഒരുപാട് വളരെ ശക്തിയായിട്ട് വികേന്ദ്രീകരണത്തിനെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയൊരു നോട്ടൊക്കെ വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ ഒത്തിരി വലിയ പശ്ചാത്തലമുണ്ട്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് അദ്ദേഹം പഞ്ചായത്തുകളിലേക്ക് അധികാരം എത്തിക്കുന്ന തരത്തിലൊരു ഭരണഘടനാ ഭേദഗതി വരുത്തി. കേരള ഗവൺമെൻറ് പഞ്ചായത്ത് അനവധി കാലത്തിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തു. ആ പഞ്ചായത്ത് വലിയ വാശിയോടുകൂടി തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ ചർച്ചകൾ തങ്ങളുടെ പഞ്ചായത്തിൽ എന്തൊക്കെ വികസനം നടത്താൻ പോകുന്നു എന്നത് ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദികൾ ഒരുക്കി. മത്സരിക്കുന്ന എല്ലാ പാർട്ടികളിലും പെട്ട സ്ഥാനാർത്ഥികൾ പരിഷത്തിൻ്റെ ഒരു വേദിയിൽ വന്നിട്ട് അവരുടെ വികസന സങ്കല്പങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വേദിയൊക്കെ ഒരുക്കി. ആ കാലത്ത് പഞ്ചായത്തിനൊക്കെ വളരെ പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് അധികാരം ഒന്നുമില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് പോലും ഹെൽപ്ലെസ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാലമായിരുന്നു അത്. ആ കാലത്താണ് അധികാരം ജനങ്ങൾക്ക് എന്നതിൻ്റെ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രചരണ പരിപാടിയും പരിഷത്ത് സംഘടിപ്പിച്ചത്. അന്ന് പരിഷത്ത് സംഘടിപ്പിക്കാതിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി ഗ്രാമശാസ്ത്ര ജാഥകൾ എന്നായിരുന്നു. നടന്ന് കൊണ്ട് നടത്തുന്ന ജാഥകൾ. 2 ജില്ലകൾ ചേർത്ത് കാൽനടയായിട്ട് 10-15 ദിവസം പരിഷത്ത് പ്രവർത്തകർ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു അധികാരം ജനങ്ങൾക്ക്. അപ്പോൾ ഈ ജനകീയാസൂത്രണത്തിൻ്റെ ഒരു അന്തരീക്ഷ സൃഷ്ടി നടത്തുന്നതിൽ ഇതൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് പുതിയ LDF വരികയും അത് പ്ലാനിംഗ് ബോർഡിൻ്റെ മെമ്പർമാരായിട്ട് തോമസ് ഐസക്ക്, ഇക്ബാൽ, ഇവരൊക്കെ പരിഷത്തിലെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ വരികയും ഗുലാത്തി പ്ലാനിംഗ് ബോർഡ് ചെയർമാനായി. അപ്പോൾ നേരത്തെ തന്നെ പരിഷത്ത് മുൻകൈ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് പരിഷത്ത് വലിയ താല്പര്യം എടുത്തു. ഇവരെല്ലാവരും താല്പര്യം എടുത്തു. അങ്ങനെ പരിഷത്ത് വലിയ തോതിൽ ഇൻവോൾവ് ആവുന്ന ഒരു ഗവൺമെൻറ് പദ്ധതി പ്ലാനിംഗ് ബോർഡ് നടപ്പാക്കുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് ജനകീയാസൂത്രണം വരുന്നത്. ജനങ്ങളുടെ തലത്തിൽ ആസൂത്രണം നടക്കുക. അത് വലിയ തോതിൽ പരിഷത്ത് പങ്കെടുത്തു. അതിൻ്റെ ഒരു റിസോഴ്സ് ബേസ് ആയിട്ട് പരിഷത്തിലെ പ്രവർത്തകർ പ്രവർത്തിക്കുകയുണ്ടായി. അത് സാക്ഷരതാ സർക്കാരും കേരളത്തിലെ ഈ എറണാകുളം സാക്ഷരതയ്ക്ക് ശേഷം കേരള സാക്ഷരത വലിയ തോതിൽ നമ്മൾ ഏറ്റെടുത്തല്ലോ. എറണാകുളം സാക്ഷരതയെ തന്നെ കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും പരിഷത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. പരിഷത്ത് വലിയ പ്രധാനപ്പെട്ട നേതൃത്വം എന്ന് ഞാൻ പറയില്ല,
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം നടക്കുകയും പരിഷത്ത് അതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ചു. പരിഷത്ത്, കാൻഫെഡ്, അങ്ങനെ നിരവധി മറ്റ് സന്നദ്ധ സംഘടനകൾ എല്ലാവരും കൂടിയിട്ട് അതിൻ്റെയും കൂടി തുടർച്ചയായിട്ടാണ് പിന്നീട് ജനകീയാസൂത്രണം വരുന്നത്. അപ്പോൾ ജനകീയാസൂത്രണത്തിലും റിസോഴ്സ് പേഴ്സൺസായിട്ടും ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളായിട്ടും ക്യാമ്പയിനേഴ്സായിട്ടും ഒക്കെ പരിഷത്ത് വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് എതിരെ നടത്തിയ പ്രചാരണം. 84 ഡിസംബർ രാത്രി 2-ാം തീയതി രാത്രി അർദ്ധരാത്രിയിലാണ് ഭോപ്പാലിലെ ഗ്യാസ് ട്രാജഡി നടക്കുന്നത്. അവിടുത്തെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് മീഥൈൽ ഐസോസയനൈറ്റ് എന്ന് പറയുന്ന വാതകം ചോർന്നിട്ട് വലിയ തോതിൽ ജനമരണം ഉണ്ടായി. പിന്നെ അതിനെ പരിഷത്ത് വളരെ ഗൗരവമായിട്ടെടുത്തു. പരിഷത്ത് മാത്രമല്ല, അവിടെ ഇന്ത്യയിലൊട്ടാകെയുള്ള ഒരുപാട് ശാസ്ത്ര സംഘടനകളെ ഏകോപിപ്പിച്ച ഒരു പ്രവർത്തനം കൂടിയായിരുന്നു അത്. പരിഷത്ത് അതിനെ വളരെ ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കുകയുണ്ടായി. കാരണം ശാസ്ത്രത്തിൻ്റെ ദുരുപയോഗത്തിൻ്റെ മുതലാളിത്തം ശാസ്ത്രത്തെ എങ്ങനെ ഒരു ചൂഷണോപാധിയാക്കി മാറ്റുമെന്നതിൻ്റെ ഒരു നല്ല ഒന്നാന്തരം ഉദാഹരണം. അത്രയും വലിയൊരു അപകടം അടുത്ത കാലത്തൊന്നും സംഭവിച്ചിരുന്നില്ല, ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അത് നടത്തിയ ഫാക്ടറിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണതലത്തിലൊക്കെ നടന്ന അനവധി കള്ളക്കളികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ വ്യാപകമായ പ്രചരണവും പ്രതിരോധവും പിന്നെ കേരളത്തിൽ തന്നെ നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് നമ്മൾ തീരുമാനിച്ച് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെക്കുറിച്ച് നമ്മൾ വിശദമായ പഠനം നടത്തി. ധാരാളം ഞാനവിടെ സന്ദർശിക്കേണ്ടായി. ഞാൻ മാത്രമല്ല, പരിഷത്തിൽ നിന്ന് പല ആളുകളും ആ പ്രദേശം സന്ദർശിച്ചു. അവിടെ ഗ്യാസ് ട്രാജഡിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രക്ഷോഭകാരികളായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. പലരും ഗ്യാസ് പീഡിത് സംഘർഷ് സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടാക്കിയിരുന്നു. ഏകലവ്യ എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു വിദ്യാഭ്യാസ സംഘടന ഗൗരവതരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഒരുപാട് പേര് ആ പഠനങ്ങളുടെ ഒക്കെ അവസാനത്തിൽ വ്യക്തമായിക്കൊണ്ടിരുന്നത് വളരെ വ്യക്തമായും യൂണിയൻ കാർബൈഡിൻ്റെ അലംഭാവവും ശ്രദ്ധയില്ലായ്മയും തന്നെയാണ് അതിന് കാരണം. അപ്പോൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് പക്ഷേ ഗവൺമെൻറ് വളരെ അലംഭാവത്തോടു കൂടി അതിനെ അഭിമുഖീകരിക്കുകയും അതിൻ്റെ ചെയർപേഴ്സണായിരുന്ന ആൻഡേഴ്സൺ എന്ന് പറയുന്ന ആളെന്നെ രഹസ്യമായിട്ട് യൂണിയൻ കാർബൈഡിൻ്റെ കുറ്റവാളി എന്ന് വിളിക്കാവുന്ന അതിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ആളെന്നെ രഹസ്യമായിട്ട് അമേരിക്കയിലേക്ക് പോകാൻ അനുവദിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് സന്ദർഭം. അപ്പോൾ ഏതായാലും പരിഷത്ത് അതിനെ 2 തരത്തിലാണ് പ്രയോജനപ്പെടുത്തിയത്. ഒന്ന്, വ്യാപകമായിട്ട് ഇത്തരം സയൻസിൻ്റെ ദുരുപയോഗം എങ്ങനെയൊക്കെയാണ് സാധ്യമാവുന്നുള്ളൊരു ഉദാഹരണം നിലയ്ക്ക് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ അടിസ്ഥാനമാക്കിയൊരു ഭോപ്പാൽ ജാഥ തന്നെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിഷത്തിൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ ഇക്ബാലും പിന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കൊടക്കാട് ശ്രീധരനൊക്കെ തന്നെ അവർ തന്നെ നയിക്കുന്ന ജാഥ ഒരറ്റം മുതൽ മറ്റേ അറ്റം വളരെ വ്യാപകമായി അതിൽ കലാജാഥ ഉണ്ടായിരുന്നു. ഭോപ്പാൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ പരിഷത്തിൻ്റെ കലാജാഥ അവതരിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് ശാസ്ത്രത്തിൻ്റെ ദുരുപയോഗം ഇത്തരം സന്ദർഭങ്ങളിൽ നടക്കുന്നത്, മുതലാളിത്തം എങ്ങനെയാണ് ശാസ്ത്രത്തെ ജനങ്ങൾക്കെതിരായി പ്രയോജനപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ജനങ്ങൾ അവിടെ ചൂഷണത്തിന് വിധേയരാകുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ പുറകിലെ ശാസ്ത്രം. ഇത് കേവലം ഭോപ്പാലിൽ നടന്ന ഒരു ട്രാജഡി മാത്രമല്ല. ഈ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള പലതരത്തിലുള്ള വിഷവൃത്തങ്ങൾ ഉണ്ട്. അതിൽ ഒരെണ്ണം കർഷക സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ്. കീടനാശിനികളും രാസവളങ്ങളും വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മാർക്കറ്റായിട്ട് നമ്മുടെ അവികസിത രാജ്യങ്ങളെയും വികസിത രാജ്യങ്ങളെയും പ്രയോജനപ്പെടുത്തുന്ന മുതലാളിത്ത കമ്പനികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അപകടകരമായ കീടനാശിനികളും രാസവളങ്ങളൊക്കെ വിൽക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി പലതരത്തിലുള്ള ജനങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് ഉൽപ്പാദനവും പ്രചാരണവും ഒക്കെ നടത്തുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി ആയിരുന്നു ഇത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ വിപുലമായ പ്രചരണ ജാഥ നമ്മൾ സംഘടിപ്പിച്ചു. ഇത് മാത്രമല്ല, പിന്നീട് പരിഷത്ത് ആ സമയമാകുമ്പോഴേക്ക് അഖിലേന്ത്യാ തലത്തിലേക്ക് വികസിക്കാനുള്ള പരിശ്രമം നടത്തിയിരുന്നു. പരിഷത്ത് പ്രവർത്തനം ആരംഭിച്ച കാലം മുതലേ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലുള്ള പല സംഘടനകളുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1970കളുടെ മധ്യത്തിൽ ഒരു അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനം നമ്മൾ നടത്തി. ഇത്തരത്തിൽ ശാസ്ത്രത്തിൻ്റെ സമൂഹത്തിലുള്ള പ്രവർത്തനം, അതിൻ്റെ നന്മയും തിന്മയും വിശകലനം ചെയ്യുന്ന ഒരു ഒന്നാമത്തെ ജനകീയ ശാസ്ത്ര സമ്മേളനം, ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് കോൺഫറൻസ് ഒന്നാമത്തെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയുണ്ടായി. 10-25ഓളം സംഘടനകൾ അതിൽ പങ്കെടുത്തു.
നേരിട്ട് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുന്നവരല്ലെങ്കിലും ശാസ്ത്രത്തിൽ താല്പര്യമുള്ള പല സംഘടനകളും അതിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പരിഷത്തിൻ്റെ പിന്നെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് വീണ്ടും അത്തരത്തിലുള്ള സമ്മേളനം നടത്തി. പിന്നെ 25ാം വാർഷികത്തിന് അങ്ങനെ അത്തരത്തിലുള്ള സമ്മേളനങ്ങൾ. ഇതിനിടയിൽ 1989 പരിഷത്തിനോട് ശാസ്ത്രപ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള അഖിലേന്ത്യാ പരിപാടി ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് 1987 ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഒരു BJ ഭാരത് ജനവിജ്ഞാൻ ജാഥ എന്ന പേരിൽ ഇന്ത്യയുടെ 5 കോർണറുകളിൽ നിന്ന് ആരംഭിച്ച് ഭോപ്പാലിൽ സമാപിക്കുന്ന, അന്ന് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഈ ജാഥകൾ സമാപിച്ചത് ഭോപ്പാലിലായിരുന്നു. ഞങ്ങളിവിടുന്ന് ഒരു സ്പെഷ്യൽ ട്രെയിനിലാണ് 10,000-ഓളം പരിഷത്ത് പ്രവർത്തകർ ഭോപ്പാലിലേക്ക് പോയത്. വലിയൊരു പരിപാടിയായിരുന്നു അത്. പിന്നെ ഇന്ത്യയുടെ ശ്രീനഗർ, മഹാരാഷ്ട്രയിലെ ഒരു പോയിൻ്റ്, ശ്രീനഗർ, ആസാം എന്നൊരു പോയിൻ്റ്, കൽക്കട്ടയിൽ നിന്നൊരു പോയിൻ്റ്, നമ്മുടെ കേരളത്തിന്, ഇങ്ങനെ 5 പോയിൻ്റുകളിൽ നിന്നായിട്ട് ഭോപ്പാലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു ആ ജാഥ. ആ ജാഥയിൽ 26-27 സംഘടനകൾ പങ്കെടുത്തു. വലിയ വിജയമായിരുന്നു ആ ജാഥ. അനവധി കേന്ദ്രങ്ങൾ കവർ ചെയ്ത് ഇന്ത്യ. അപ്പോൾ അതിലൂടെയാണ് പരിഷത്തിൻ്റെ പ്രവർത്തനം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടെ ശക്തമായിട്ട് വ്യാപിച്ചത്. ചില സ്ഥലങ്ങളിലൊക്കെ നേരത്തെ തന്നെ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 1988 ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാവുന്നത്. അതിപ്പോഴും തുടരുന്നു. 26 അന്ന് 26 ഉള്ളൂ. പിന്നീട് അത് ഏതാണ്ട് 30-35 സംഘടനകളുള്ള വലിയൊരു സംഘടനയായിട്ട്, ഒരു ഫെഡറേഷനായിട്ട് മാറിയിട്ടുണ്ട്. ആ ഫെഡറേഷൻ്റെയും കൂടി ഉത്സാഹത്തിലാണ് പിന്നീട് സാക്ഷരതാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഭാരത് ഗ്യാൻ വിജ്ഞാൻ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന 1989 ഉണ്ടാവുന്നത്. ആ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് 1989-90 മുതൽ ഏതാണ്ട് 2000-2005 വരെ ആ സംഘടന ഇപ്പോഴും ഉണ്ട്. സർക്കാരുകൾ സാക്ഷരതയെ കാലുവാരി നിലത്തിടുന്നത് വരെ ഇന്ത്യയിലൊട്ടാകെ വ്യാപകമായ സാക്ഷരതാ പ്രവർത്തനം നടത്തി. 400ഓളം ജില്ലകളിലേക്ക് ആ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ സാക്ഷരതാ ശതമാനത്തിൽ വലിയൊരു വ്യത്യാസം വരുത്താൻ ആ പ്രവർത്തനത്തിൽ കഴിഞ്ഞു. എറണാകുളത്ത് നമ്മൾ ആരംഭിക്കുകയും കേരളത്തിൽ മൊത്തത്തിൽ പരീക്ഷ ജയിക്കുകയും ചെയ്തിട്ടുള്ള ജനകീയ സാക്ഷരതാ പ്രവർത്തനം എന്നത് മാതൃകയാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അത് വലിയൊരു ക്യാമ്പയിനായിരുന്നു. ഇന്ത്യ ഒരു പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ ഇത്രയധികം വളണ്ടിയർമാർ പങ്കെടുത്ത ഒരു വലിയ ജനകീയ പ്രസ്ഥാനം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ വരെ ആവേശകരമായ സാക്ഷരതാ പ്രവർത്തനം നടത്താൻ അത് കഴിഞ്ഞു. ലക്ഷ്യം പൂർണ്ണമായിട്ടില്ല, പക്ഷേ വലിയ തോതിൽ ഇന്ത്യയുടെ സാക്ഷരതാ ശതമാനത്തിൽ വർധനവുണ്ട്. ആ ഒരു ഡിക്കേഡിൽ 89 മുതൽ 99 വരെ ഉള്ള ഡിക്കേഡിൽ ഏതാണ്ട് 10-12% സാക്ഷരതാ വർധനവ്. അതിലൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഈ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പല സ്ഥലത്തും സംഘടനകൾ ഉണ്ടാവുകയും ചെയ്തു. ആ സംഘടനകളൊക്കെ ഓൾ ഇന്ത്യ പീപ്പിൾസ് നെറ്റ്വർക്കിൻ്റെ ഭാഗം. അപ്പോൾ ഇന്നത്തെ സ്ഥിതി പറയുകയാണെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് ആരംഭിച്ച് അഖിലേന്ത്യാ തലത്തിലൊരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ നെറ്റ്വർക്കിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെയൊക്കെ അഭിമുഖീകരിക്കാമെന്ന പുതിയ ഒരുപാട് പരിപാടികൾ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പുതിയ കാലത്തിനനുസരിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ വഴിക്കൊക്കെയുള്ള നീക്കം നടക്കുന്നു. വേഗം പോരാ, ഇനിയും സ്പീഡ് കൂട്ടേണ്ടതുണ്ട്. സൈലൻ്റ് വാലി ഇത്യാദികൾക്ക് ശേഷം മൊത്തത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, അന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുൻപന്തിയിൽ പരിഷത്തിനെ പോലത്തെ ഒരു സംഘടന നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പരിചയമുള്ള അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന സംഘടനകൾ അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പരിഷത്തിനോട് നിർണായകമായ പങ്ക് വഹിക്കേണ്ടത്. സൈലൻ്റ് വാലിക്ക് ശേഷം, ചാലിയാറിന് ശേഷം നോക്കിയാൽ ഒരുപാട് പ്രാദേശിക സംഘടനകൾ ഈ രംഗത്ത് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും പോയി പരിഷത്ത് മുൻകൈ എടുക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു പഞ്ചായത്തിലൊരു മലിനീകരണ പ്രശ്നം ഉണ്ടായാൽ അവിടെ പരിഷത്ത് ഉണ്ടെങ്കിൽ പരിഷത്തിൽ പങ്കെടുക്കാമെന്നല്ലാതെ പരിഷത്ത് തന്നെ അതിൻ്റെ മുന്നിൽ നിൽക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്ലാച്ചിമട ഈ വിഷയത്തിലൊക്കെ പരിഷത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ പരിഷത്തിനേക്കാൾ ശക്തിയായിട്ട് അവിടെ ഇടപെടുന്ന പ്രാദേശിക ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പരിഷത്ത് ആ പരിപാടിയെ മൊത്തത്തിൽ പിന്തുണച്ചിരുന്നു.
പക്ഷെ പരിഷത്തിൻ്റെ നേതൃത്വം അവിടെ ആവശ്യമുണ്ടായിരുന്നില്ല. അവിടെ തന്നെ പ്രാദേശികമായിട്ട് അവിടുത്തെ പ്രാദേശിക ഇപ്പോൾ മൈലമ്മയെ പോലുള്ള ആൾക്കാരും അവരെ സഹായിക്കുന്ന പ്രാദേശിക ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാ പ്രദേശത്തും ഇപ്പം ഇന്നും പരിസ്ഥിതി സമരങ്ങളുടെ നേരെ മുൻപന്തിയിൽ പരിഷത്തിനെ ചിലയിടത്തൊന്നും കാണാൻ പറ്റില്ല. കാരണം പ്രാദേശികമായിട്ട് അത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ധാരാളം സംഘങ്ങളും സംഘടനകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അത് ആയിരിക്കും ഒരു പ്രധാനപ്പെട്ട കാരണം.